Hi all, so welcome back to the Atomic Literature. So today in this episode we are going to discuss the novel Dweepa, which is written by the writer Nad D'Souza. Before moving on to the novel, നമുക്ക് ഇതിൻ്റെ റൈറ്ററിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം. സോ ലെനാർഡ് ഡിസൂസ എന്ന് പറയുന്നത് ഹീസ് എ നോവലിസ്റ്റ്. അതോടൊപ്പം തന്നെ കന്നഡ ലാംഗ്വേജിലെ ഒരു നോവലിസ്റ്റും ഒരു റൈറ്ററുമാണ് അദ്ദേഹം സാഗര എന്ന് പറയുന്ന കർണാടക സ്റ്റേറ്റിലാണ് താമസിക്കുന്നത്. And he was selected as the president of the 80th Kannada Sahitya Sammelan. അതായത് കന്നഡ സാഹിത്യ സമ്മേളനയുടെ 80th year പ്രോഗ്രാമിൻ്റെ പ്രസിഡന്റ് ആയിട്ട് ഇദ്ദേഹത്തിനെ സെലക്ട് ചെയ്തിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഹെൽഡ് ഇൻ മടിക്കേരി ഇൻ ദ ഇയർ 2014. അപ്പോൾ ഇത്രയാണ് ഈ ഒരു റൈറ്ററിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ്. ഇനി നമുക്ക് ഈ ഒരു നോവൽ, ഈ ദ്വീപ അല്ലെങ്കിൽ ഈ ഐലൻഡ്സ് എന്നൊക്കെ പറയുന്ന ഈ ഒരു നോവൽ എന്താണ് എന്നുള്ള നമുക്കൊന്ന് നോക്കാം. The novella Dweepa follows the lives of Ganapaya, his wife Nagaveni, father Dugaja. So basically, in that the main characters are Ganapaya, like Ganapaya, that you can pronounce as the way you wish. Nagaveni, that means Ganapaya, like Ganapaya, wife and Nagaveni, and his father Dugaja. It's a very revolved with a particular story. And basically, ഹോസമനഹള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലം. അതായത് നമുക്കറിയാം ഈ കർണാടകൻ സ്റ്റേറ്റ്സിലൊക്കെ പല സ്ഥലങ്ങളിലെയും പേരാണ് ഇങ്ങനത്തെയൊക്കെ. അപ്പോൾ ഈ ഹോസമനഹള്ളി എന്ന് പറയുന്ന ഒരു വില്ലേജുകാരുടെ സ്ട്രഗിൾസ് ആണ് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോറിക്കകത്ത് നമ്മൾ കാണുന്നത്. ബിക്കോസ് ദേ ഫേസസ് കംപ്ലീറ്റ് സബ്മർഷൻ ഡ്യൂ ടു ശരാവതി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. ശരാവതി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ട് ഈ ഒരു ഹോസമനഹള്ളിയിലെ വില്ലേജസിൽ നടക്കുന്ന ആളുകളുടെ ഒരു കൈൻഡ് ഓഫ് കഷ്ടപ്പാടുകൾ, അവരുടെ സ്ട്രഗിൾസ് ആണ് ഈ ഒരു നോവലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആണ് ഈ പറഞ്ഞ പോലെ ജ്ഞാനപ്പായ, നാഗവേണി ആൻഡ് ഹിസ് ഫാദർ ദുഗച്ച. ഇവരെയാണ് മെയിൻലി റിവോൾവ് ചെയ്യുന്നത്. വി ക്യാൻ സീ അതർ പീപ്പിൾ ഓൾസോ ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് ഓഫ് ദ സ്റ്റോറി. Then the story we can see that അതൊരു മലനാട് റീജിയൻ ഓഫ് കർണാടകയിലാണ് ഈ ഒരു സ്റ്റോറിയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത്. മലനാട് റീജിയൻ എന്ന് പറയുമ്പം ഇറ്റ് ഇസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കർണാടക. അത് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ സ്ലോപ്സ്, അതായത് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ അല്ലെങ്കിൽ സഹ്യാദ്രി മൗണ്ടൻ റേഞ്ചിൻ്റെ ഒരു വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ സ്ലോപ്സ് കവർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു മലനാട് റീജിയൻ, അല്ലെങ്കിൽ മലനാട് എന്നുള്ള റീജിയൻ നമ്മളോട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻ ദ മലനാട് റീജിയൻ ഓഫ് കർണാടക. And the village is flanked by the river Sharavati and Sita Parvata. Basically, Sharavati is a river, as we all know, and Sita Parvata is a mountain range. Appam adine surround, the flank means surrounded by or like bordered by. അങ്ങനെ നമ്മൾ മെയിൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വില്ലേജ് എന്ന് ബേസിക്കലി ഇതാണ് അതിന് ചുറ്റിപ്പറ്റി കിടക്കുന്നത് ഈ ഒരു ശരാവതി അല്ലെങ്കിൽ ഈ ഒരു സീതാ പർവ്വതം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ആൻഡ് the Sthala Purana refers to the Raja Ravo's introduction of Kandapura of Sita Parvata is that Rama, Sita and Lakshmana had crossed the Sharavati and rested in the cave on top of this hill. Or basically ഒരു സ്ഥല പുരാണ നമ്മൾ പറയില്ല, the history of that place എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ രാജാ റാവു അദ്ദേഹത്തിൻ്റെ കാന്തപുര എന്ന് പറഞ്ഞ ബുക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്, ഈ സീതാ പർവ്വതത്തിലാണ് രാമനും സീതയും ലക്ഷ്മണനും വന്ന് എന്ത് ചെയ്യുന്നത്, ഈ ശരാവതി റിവർ കടന്നിട്ടാണ് അവരെ ഈ ഒരു സീതാ പർവ്വതത്തിന് മുകളിലുള്ള ഒരു കേവിലാണ് അവർ ജീവിച്ചിരുന്നത്, അല്ല അവരിരുന്നത് എന്നൊരു കൈൻഡ് ഓഫ് ഒരു ബിലീഫ്. മേ ബി ഇറ്റ്സ് എ മിത്ത് ഓർ നോട്ട്, ദ ബി ഡസൻ നോ. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ഹിസ്റ്ററി ആ ഒരു സ്ഥലത്തിന് പറയാനുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആൻഡ് ദിസ് ഹോസമനഹള്ളി കൺസിസ്റ്റ് ഓഫ് 5 families, 3 areca plantations and 3 rice fields. So basically ഈ ഒരു ഹോസമനഹള്ളി എന്ന് പറഞ്ഞ വില്ലേജിൽ 5 families ആണ്. അവരുടെ പ്ലാന്റേഷൻസും അവരുടെ റൈസ് ഫീൽഡും ഒക്കെയാണ് അവിടെ ഉള്ളത്. And 3 of the families are landlords and the other 2 are bonded laborers. അപ്പം ഈ ഔട്ട് ഓഫ് ദിസ് 5 families നമുക്ക് കാണാൻ സാധിക്കും എന്താണ്, 3 പേരെന്ന് പറഞ്ഞാൽ ലാൻഡ് ബാക്കി 2 പേരെന്ന് പറഞ്ഞാൽ ബോണ്ടഡ് ലേബറേഴ്സ് ആണ്. അവരാണ് മീൻസ് ജോലിക്കാർ. ഈ ബോണ്ട് ചെയ്ത് ലേബർ ചെയ്യുന്ന ആ ഒരു ജോലിക്കാരാണ് അവരെ. And the system of bonded labor involves children being given to the landlord in payment for loans taken from. അതായത് ഇതിൻ്റെയൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 2 ഫാമിലിയിലെ പിള്ളേരെ ഈ ലാൻഡ് ലോഡ്സിന് ജോലി ചെയ്യാൻ വേണ്ടി കൊടുക്കും. അവർ കൊടുക്കുന്ന ആ ഒരു ലാൻഡ് ലോഡ്സ് ഇവർക്ക് കൊടുക്കുന്ന ലോണിന് പകരം അവരുടെ മക്കളെ ആ ഒരു ലേബറിന് വേണ്ടിയുള്ള ഇതിൽ അങ്ങോട്ട് തിരിച്ചൊരു കൈൻഡ് ഓഫ് എക്സ്ചേഞ്ച് ചെയ്യും. അതിനാണ് ഈ ഒരു കൈൻഡ് ഓഫ് ബോണ്ടഡ് ലേബർ എന്ന് പറയുന്നത്. ആൻഡ് ദർ ഇസ് നോ വേ ഫോർ ദോസ്
bonded in this manner to buy or earn their freedom, and they spend their entire lives working for their masters without pay unless their master decides to free them, or as it is suggested in the novella. ആൻഡ് ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പം വൺസ് നമ്മുടെ ഒരു ലാൻഡ് ലോഡ് ഒരു പർട്ടിക്കുലർ ഒരു വീട്ടുകാർക്കൊരു പൈസ, ഒരു ഫാമിലിക്ക് ഒരു ലോൺ കൊടുത്തു. അപ്പം അവരതിന് പകരമായിട്ട് അവരുടെ മകനെ അല്ലെങ്കിൽ മകളെ ഇവർക്ക് വേണ്ടിയുള്ള ജോലി ചെയ്യാനൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് എക്സ്ചേഞ്ച് ചെയ്യും. പക്ഷെ വൺസ് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ ജീവിതകാലം മുഴുവനും ആ ഒരു മാസ്റ്ററിൻ്റെ അടിമയായിട്ട് എല്ലാ ജോലികളും, അതും പേയ്മെൻ്റ് ഇല്ലാണ്ട് എല്ലാ ജോലികളും ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടാണ് ഈ ഒരു ബോണ്ടഡ് ലേബേഴ്സ് സിസ്റ്റത്തിന് വർക്കിംഗ് എന്ന് പറയുന്നത്. And here in this novella we can see that Nagaveni's father decides to give Krishnaya some land to set himself up independently. അതായത് ഈ ഒരു കഥയ്ക്കകത്ത് ഈ ഒരു ബോണ്ടഡ് ലേബർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പം ഈ ഒരു കഥയിലും അപ്പം ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ലാൻഡ് ലോഡ് അല്ലെങ്കിൽ ഒരു ബോണ്ടഡ് ലേബർ സിസ്റ്റത്തിൻ്റെ അകത്ത് ഈ ഒരു മാസ്റ്ററിനെ തീരുമാനിക്കാം അവൻ ഫ്രീ ആവണോ വേണ്ടായോ. അൺലെസ് ഓർ അൺടിൽ ദാറ്റ് മാസ്റ്റർ ഡിസൈഡ്സ് അവർക്ക് ആർക്കും വേറൊരു കാര്യം ചെയ്യാനോ പേയ്മെൻറ്റ് കിട്ടാനോ ആ ഒരു ലേബർ പോസ്റ്റിൽ അവർക്ക് മാറാനോ ഒന്നും സാധിക്കില്ല. പക്ഷെ മാസ്റ്ററിനാണെങ്കിൽ ഇവർക്ക് ഫ്രീഡം കൊടുക്കാൻ സാധിക്കും. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ഇൻ ദിസ് ഓൾസോ. ആൻഡ് ഓഫ് ദ 3 landlords, ഈ ഒരു വില്ലേജിൽ ഞാൻ പറഞ്ഞു there are 3 landlords. ഈ 3 landlordsൽ ഹേരമ്പ ഹെഡ്ജ് ആൻഡ് പരമേശ്വരപ്പ ആർ വെൽത്തി. അതായത് ഹേരമ്പ ഹെഡ്ജ് എന്നും പരമേശ്വരപ്പ എന്ന് പറഞ്ഞ 2 ഫാമിലീസാണ് ഏറ്റവും വെൽത്തി ആയിട്ടുള്ള ലാൻഡ് ലോഡ്സ്. ആൻഡ് ഓൺ ദ ബോണ്ടഡ് ലേബേഴ്സ്, അവർക്കപ്പോൾ ഈ ബോണ്ടഡ് ലേബേഴ്സും ഉണ്ട്. ബൈര ആൻഡ് ഹലം ഓഫ് ദി ഹസലരു കമ്മ്യൂണിറ്റി ഹു വർക്ക് ദെയർ ലാൻഡ്. അതായത് ഈ ഹേരമ്പയുടെയും പരമേശ്വരപ്പയുടെയും ബോണ്ടഡ് ലേബേഴ്സാണ് ബൈര ആൻഡ് ഹലം. അവർ ഹസലരു കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരാണ്. ഇന്നത്തെ ബേസിക്കലി നമുക്കറിയാലോ ഒരു കന്നഡിയൻ കൈൻഡ് ഓഫ് ലാംഗ്വേജ്, ആ ഒരു വില്ലേജ് നെയിം, അവിടുത്തെ ഫാമിലി നെയിം, അതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതാണ് ഈ പറയുന്ന ഹോസന മനഹള്ളി, അല്ലെങ്കിൽ നാഗവേണി, ജ്ഞാനപ്പായ, മീൻസ് ദുഗജ്ജ, കൃഷ്ണയ്യ, ആ ഒരു നെയിംസ് എല്ലാമാണ് പരമേശ്വരപ്പ, ഹേരമ്പ ആൻഡ് ഓൾ. ആൻഡ് ജ്ഞാനപ്പായ, നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറായ ജ്ഞാനപ്പായ ഈസ് ദ പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് ദിസ് നോവൽ. ഹി ഈസ് നീദർ റിച്ച് നോർ പുവർ. അതായത് റിച്ചും അല്ല പുവറും അല്ല. ഒരു ബോണ്ടഡ് ലേബർ ഇദ്ദേഹത്തിന് ഇല്ലതാണ്. ബോണ്ടഡ് ലേബർ എന്ന് പറയുന്ന ഒരാളില്ല. ബട്ട് ഹയേഴ്സ് പെയ്ഡ് ഹാൻഡ്സ് വെൻ റിക്വയർഡ് ഓൺ ദി ഫാം. പക്ഷേ അയാളുടെ സ്ഥലത്ത് ജോലിക്ക് ആളെ വേണമെന്നുണ്ടെങ്കിൽ അയാൾ കാശ് കൊടുത്തതിനാണ് ആളെ നിർത്തുന്നത്. സോ ഹീ ഈസ് വൺ ഓഫ് ദി ലാൻഡ് ലോഡ്. പക്ഷേ അയാൾക്ക് സ്വന്തമായി ഒരു ബോണ്ടഡ് ലേബർ എന്ന് പറയാനായിട്ട് ഒരാരും ഇല്ല എന്നാണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഹീ ഈസ് നീദർ റിച്ച്, ഭയങ്കര പൈസയുമല്ല, പക്ഷെ പാവപ്പെട്ടവനോ അല്ലത് അദ്ദേഹം. ഓക്കെ. And despite not being wealthy, he is held with the same esteem as the other 2 landlords. അത്രയും ഒരു വെൽത്തി അല്ലെങ്കിൽ പോലും പരമേശ്വരപ്പേരെ അല്ലെങ്കിൽ ഹേരമ്പയുടെ അത്രയും വെൽത്തി അല്ലെങ്കിൽ പോലും അതേ കൈൻഡ് ഓഫ് എസ്റ്റീമും എല്ലാം ഇദ്ദേഹത്തിനും ഉണ്ടെന്നാണ് പറയുന്നത്. ഫോർ ഹൂം ദിസ് ജ്ഞാനപ്പായ. The respect the landlord command comes from the place and role in the community and their caste position. A system that is unchanged for generation. അതറിയാലോ, നമുക്കൊരു കൾച്ചർ നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ it can't be unchanged unless or until we want that to change. പക്ഷേ it takes time. അത് തന്നെ ഇവിടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. Everything changes with the Sharavati project, like Sharavati hydroelectric project. And as with any dam project, large tracts of land, അതായത് നമുക്കറിയാം, അതായത് ഒരു ഡാം പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ശരാവതി ഹൈഡ്രോ ഇലക്ട്രിക്കിൻ്റെ ഒരു ഡാം പ്രോജക്റ്റിൽ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അതിൽ നഷ്ടമാവും. അത് ഒരുപാട് സ്ഥലങ്ങളായിക്കോട്ടെ, വില്ലേജസ് ആയിക്കോട്ടെ, മീൻസ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളായിക്കോട്ടെ, മീൻസ് ഫോറസ്റ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ, വാല്യൂ, കൾച്ചർ, മെമ്മറീസ്, ഇതെല്ലാം നഷ്ടമാവുന്ന ഒരു സ്റ്റേറ്റാണ് ഒരു ഡാം പ്രോജക്റ്റൊക്കെ ഒരു സ്ഥലത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ. So again, that is also going to happen to this community also. നമുക്കത് തന്നെ we can clearly understand that. അപ്പോൾ the government arranges to compensate the displaced landlords with land, but only those who bribe the officers are given lands elsewhere. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്. അതായത് ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെ വേറെ അവർക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അവരത് നമുക്കൊരു കോമ്പൻസേഷൻ തരും. ഇൻ ഓർഡർ ടു ലൈക്ക് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് അവർ ലാൻഡ്. നമ്മുടെ സ്ഥലങ്ങൾ, നമ്മുടെ നമുക്ക് സ്വന്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റിന് വേണ്ടി കൊടുക്കുമ്പോൾ അതിന് ദേ വിൽ ഗീവ് എ കോമ്പൻസേഷൻ. പക്ഷേ ഇവിടുത്തെ കേസിൽ എങ്ങനെയാണ് കോമ്പൻസേഷൻ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമുക്കറിയാം കൈക്കൂലി എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ദാറ്റ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ദ സൊസൈറ്റി. അതിന് ഭയങ്കര റെലവൻ്റ് ആണ് ഈ ഒരു നോവൽ എന്നൊക്കെ പറയുന്നത്. അതായത് ഈ നോവലിലും ഇങ്ങനെ ഒരു കോമ്പൻസേഷൻ ഉണ്ട്. ഗവൺമെൻറ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി എടുക്കുന്ന ലാൻഡിന് വേണ്ടി കോമ്പൻസേഷൻ കൊടുക്കും. പക്ഷേ ഓഫീസേഴ്സിന് കൈക്കൂലി അത് മാത്രമല്ല, ഇവിടുത്തെ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഈ എടുക്കുന്ന ലാൻഡിന് പകരം അവർ വേറൊരു സ്ഥലത്ത് ഈ ഒരു ലാൻഡ് ലോഡ്സിന്, ഈ ഒരു മുതലാളികൾക്ക് വേറെ വസ്തുക്കൾ കൊടുക്കും. പക്ഷെ അതിന് പകരം അത് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു ഓഫീസേഴ്സിന് എന്ത് ചെയ്യണം? കൈക്കൂലി കൊടുക്കണം. അതാണ് ബേസിക്കലി ഈ ഒരു നോവൽ നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ബ്രൈബറി, ആക്ട് ഓഫ് ബ്രൈബറിയാണ് ഇവിടെ ഉള്ളത്. ലൈക്ക് കൈക്കൂലി ആ ഒരു ഓഫീസേഴ്സിന്, അതായത് നമുക്കറിയാം ആരാണോ അതിൻ്റെ ഹൈ പോസ്റ്റിൽ ഇരിക്കുന്നത് അവർക്ക് കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്ഥലം അവർ ഇതിന് പകരം എക്സ്ചേഞ്ച് ആയിട്ട് തരും. പക്ഷെ ദാറ്റ് ഈസ് എ റൈറ്റ്, ദാറ്റ് ഈസ് എ റൂൾ. പക്ഷെ സ്റ്റിൽ ആ റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ പോലും വി ക്യാൻ സീ ദറ്റ് ഇല്ലീഗൽ പ്രോസസ്, ഇല്ലീഗൽ ആയിട്ടുള്ള പല ആക്ഷൻസും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആൻഡ് ദ ബോണ്ടഡ് ലേബേഴ്സ് ഹാവ് നോ ലാൻഡ്. പക്ഷെ ഇവിടുത്തെ ഒരു കഷ്ടം എന്ന് പറയുന്നത് എന്താണ്? ഈ നമ്മുടെ പറഞ്ഞില്ല ബോണ്ടഡ് ലേബേഴ്സ്, ഈ ജന്മി കുടിയാന്മാരെന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് ഈ ഒരു മീൻസ് ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് ഈ ഒരു ലാൻഡ് ലോഡ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ബോണ്ടഡ് ലേബറേഴ്സിന് അവർക്ക് വസ്തുവും ഒന്നും ഇവർ കൊടുക്കില്ല. അവരുടെ വസ്തു എടുത്താൽ പോലും അങ്ങനത്തെ എക്സ്ചേഞ്ച് പ്രോസസ് അവിടെ ഇല്ല. So they are not covered by the compensation schemes and their future is uncertain. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്കൊക്കെ ദേ ആർ വെൽത്തി, ലാൻഡ് ലോഡ്സ് വെൽത്തിയാണ്. പക്ഷെ അതിന് വേറെ അവർക്ക് കോമ്പൻസേഷൻ വേറെ വസ്തുക്കളും കിട്ടുന്നുണ്ട്. പക്ഷേ ബോണ്ടഡ് ലേബേഴ്സ് ഉള്ള ഈവൻ ദോ ദേ ആർ പുവർ, അവർക്ക് ഇങ്ങനെ സിറ്റുവേഷനിൽ പോലും അവരുടെ ലൈഫ് അൺസർട്ടൺ ആണ്. ദാറ്റ് ഈസ് എ റിയാലിറ്റി. ദെൻ ഗിവൻ ജ്ഞാനപ്പ ഈസ് നോട്ട് വെൽത്തി ഇനഫ് ടു ബ്രൈബ് ദ സബ്മേർഷൻ ഓഫീസ്, ഹിസ് ആപ്ലിക്കേഷൻ ഇസ് ലോസ്റ്റ്. അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ജ്ഞാനപ്പായ, നാഗവേണി അവരുടെ ഫാമിലി എന്നാൽ ഈവൻ ദോ ദേ ആർ ലാൻഡ് ലോഡ്സ്, പക്ഷെ അവർ ദേ ആർ നീദർ റിച്ച് നോർ പുവർ. അവർക്ക് ഒരുപാട് പൈസ ഇല്ല, പക്ഷെ എന്നാൽ ഒരുപാട് കഷ്ടപ്പാടില്ല. പക്ഷെ എന്നാൽ അവർക്കൊരു കൈക്കൂലി കൊടുക്കത്തക്ക വിധമുള്ള ഒരു സാമ്പത്തിക ശേഷി അവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഓഫീസേഴ്സിന് കൈക്കൂലി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ ആപ്ലിക്കേഷൻ അവിടെ നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. സോ വി ക്യാൻ സീ ഹൗ കറപ്ഷൻ എക്സിസ്റ്റ് ദയർ. എന്തോരം ഈ അഴിമതി കാര്യങ്ങളെല്ലാം ഒരു സൊസൈറ്റിയിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് എപ്പോഴും അവിടെ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. And he decides to stay back with his wife and father and face the consequence of the change in the landscape thanks to urban-centric notions of modernization. അതായത് പുള്ളി എപ്പോൾ എന്താണ് ചെയ്യുന്നത്? കാരണം പുള്ളിയുടെ ആപ്ലിക്കേഷൻ നഷ്ടമായതുകൊണ്ട് തന്നെ പുള്ളിക്ക് അവകാശപ്പെട്ട കാര്യങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പുള്ളി എന്ത് ചെയ്യാണ്? അവിടെ തന്നെ റിമെയിൻ ചെയ്യാൻ നിൽക്കണം. അതായത് എന്തൊക്കെ സംഭവിച്ചാലും ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവരുടെ ലാൻഡിന് എന്തൊക്കെ സംഭവിച്ചാലും അവരവിടുന്ന് മാറില്ല എന്നുള്ള ഡിസിഷനിലാണ് നമ്മുടെ ജ്ഞാനപ്പായ, ദ പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് ദിസ് നോവൽ, ഹിസ് വൈഫ് നാഗവേണി ആൻഡ് ഹിസ് ഫാദർ ദുഗഡ്ജ, അവരവിടെ സ്റ്റേ ബാക്ക് ചെയ്യുകയാണ്. ഓക്കെ. ആൻഡ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ദി ട്രാൻസ്പ്ലാന്റിംഗ് സീസൺ ഇൻ ദ മൺസൂൺ ആൻഡ് ദ ഫാക്ട് ദാറ്റ് ഹില്ലോക്ക് വിൽ ബി കട്ട് ഓഫ്, ദുഗഡ്ജ, Jnanapaya's father, encourages Jnanapaya to get some laborers to stay with them for a few months of monsoon when the area is cut off by the river. അപ്പോൾ ഇവിടെ നമ്മുടെ ജ്ഞാനപ്പായയുടെ ഫാദറായിട്ടുള്ള ദുഗജ മകനോട് പറയാണ് കുറച്ച് ജോലിക്കാരെയും കൂടെ നമ്മുടെ കൂടെ കുറച്ച് നാളത്തേക്ക് നിർത്ത്. കാരണം മൺസൂൺ വരുന്ന സമയത്ത് എന്താണ് റിവറിൻ്റെ ആ ഒരു സിറ്റുവേഷനും ആ ഒരു മൺസൂണിൻ്റെ ആ ഒരു ഹില്ലിൻ്റെ ഒക്കെ കട്ട് ഓഫ് സമയത്തൊക്കെ നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണം എന്ന് പറഞ്ഞിട്ട് മകനോട് പറയാണ് കുറച്ച് ജോലിക്കാരെയും കൂടെ നിർത്താൻ. On an expedition to the nearby town to find labor and to stock up on provision before the rains, നാഗവേണി വിസിറ്റ്സ് ഹർ ഫാമിലി. അപ്പം ഈ ഒരു സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജോലിക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഇവർ അത് തേടി നടക്കണം. ഒരു ജോലിക്കാരനെയും വേണം. അത് മാത്രമല്ല മഴ വരുന്നതിന് മുന്നേ നമുക്ക് വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കണമല്ലോ. മീൻസ് നമുക്കറിയാം മൺസൂൺ സീസൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് തിങ്സ് വോണ്ട് ബി ദാറ്റ് ഈസി. നമുക്കെല്ലാം ആക്സസ് ചെയ്യാനൊന്നും അത്ര എളുപ്പമാകത്തുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം എല്ലാം വീട്ടിലുണ്ടെന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മുടെ നാഗവേണി എന്ത് ചെയ്യണം? നാഗവേണിയുടെ ഫാമിലിയിലേക്കൊരു യാത്ര പോവാണ്. നാഗവേണിയുടെ ഫാമിലി പറഞ്ഞപ്പം മേ ബി ടു ഹർ പേരൻസ് ഹൗസ്. ഓക്കെ. അപ്പം അവിടെ നാഗവേണി കൃഷ്ണയ്യ എന്ന് പറയുന്നൊരു ബോണ്ടഡ് ലേബറിനെ കാണുന്നുണ്ട്. പക്ഷെ കൃഷ്ണയ്യ എന്ന് പറഞ്ഞ ബോണ്ടഡ് ലേബർ എന്ന് പറഞ്ഞാൽ നാഗവേണിയുടെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അവർ ഒരുമിച്ചാണ് കളിച്ച് വളർന്നതൊക്കെ. സോ ദേ ഗ്രൂ അപ്പ് ടുഗദർ ആൻഡ് ഷെയർസ് എ ക്ലോസ് ബോണ്ട്. അവർ ഭയങ്കര ക്ലോസ് ആണ്. ഓക്കെ. ആൻഡ് ആസ് കൃഷ്ണയ്യ ജോയിൻസ് ദം ഇൻ ഹോസർ മനഹർലി, tension rises as the water level rises, labor is scarce, Dugeja passes away and Jnanapaya feels insecure. അതായത് അങ്ങനെ നമ്മുടെ കൃഷ്ണയ്യ ഇവരുടെ ജോലിക്കാരനായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ട് സോസന മനഹറിയിലേക്ക് തിരിച്ചല്ല അദ്ദേഹം വരുവാണ്. ആ സമയത്ത് നമ്മൾ അറിയുന്ന എന്താണ്? അദ്ദേഹം വന്നു കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് മനസ്സിലാവും
ആ വാട്ടർ ലെവലൊക്കെ കൂടുന്നുണ്ട്, ലേബർ എല്ലാം സ്കേഴ്സ് ആവുന്നു. നമ്മുടെ നാഗവേണിയുടെ ഫാദറിലോ അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനപ്പായയുടെ ഫാദറായിട്ടുള്ള ദുഗജ മരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജ്ഞാനപ്പായക്ക് വളരെ ഇൻസെക്യൂർ ഫീലിംഗ് വരുവാണ്. ഫോർ വാട്ട്? നമുക്ക് എന്തോ ഒരു കൈൻഡ് ഓഫ് ഇൻസെക്യൂരിറ്റി അവിടെ ഫീൽ ചെയ്യുന്നുള്ള എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി കൃഷ്ണയ്യ, ബിക്കോസ് ഓഫ് ഹിസ് വൈഫ്സ് ആൻഡ് കൃഷ്ണയ്യാസ് ബോൺസ്. അതായത് കൃഷ്ണയ്യ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതെന്ന് പറയുന്നത് നമ്മുടെ നാഗവേണിയുടെ ഒരു വളരെ ചൈൽഡ്ഹുഡ് ക്ലോസ് ഫ്രണ്ടാണ്. അപ്പം കൃഷ്ണയ്യാണ് നാഗവേണിയെ ഒരു ബോണ്ട് ലേബറായിട്ട് അക്കമ്പനി ചെയ്ത് ഹോസ്റ്റൽ മനോഹറിലേക്ക് വരുന്നത്. പക്ഷേ നമ്മുടെ ജ്ഞാനപ്പായക്ക് വൈഫിൻ്റെയും ഈ ഒരു ബോണ്ടഡ് ലേബറിൻ്റെയും ഒരു കംഫർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഭയങ്കര ക്ലോസ്നെസ് ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടാണ്ട് ഹി ഈസ് സ്റ്റാർട്ടിങ് ടു ഫീൽ ഇൻസെക്യൂർ. ആൻഡ് ഫോളോയിങ് എ കൺഫ്രണ്ടേഷൻ ജ്ഞാനപ്പായ ഹാസ് വിത്ത് കൃഷ്ണയ്യ, ജ്ഞാനപ്പായ ലേറ്റ്സ് ഔട്ട് ഹിസ് സെൻസ്. അതായത് ജ്ഞാനപ്പായയും കൃഷ്ണയും കൂടെ അതിനുശേഷം ഒരു സംസാരം ഉണ്ടാവുകയും അങ്ങനെ ജ്ഞാനപ്പായ പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ ഇൻസെക്യൂരിറ്റി, നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് കോൺവെർസേഷൻ വരുമ്പോഴത്തേക്കും കൃഷ്ണയ്യ അതെല്ലാം എന്താണ് ഡിസ്മിസ് ചെയ്തിട്ട് പറയാണ്, നാഗവേണി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സിബ്ലിങ്ങിനെ പോലാണ്, വി ബോത്ത് ആർ ലൈക്ക് സിബ്ലിങ്സ്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണയും ജ്ഞാനപ്പായും ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് കോൺവെർസേഷൻ ശേഷം അവർ ഭയങ്കര ക്ലോസ് ആവുകയും അവർ ഭയങ്കര കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാകും തുടങ്ങി. പക്ഷേ ഈ സമയത്ത് നമ്മുടെ നാഗവേണി ഭയങ്കര നിശബ്ദയായിപ്പോയി. കാരണം മേ ബി ലൈക്ക് സംതിങ് വാസ് എക്സിസ്റ്റിംഗ് ഇൻ ബിറ്റ്വീൻ ദം, നമുക്ക് അറിഞ്ഞോളാം, വി ക്യാൻ സീ. അങ്ങനെ ആസ് cabin fever brews, one night the dam of unsaid passion between Krishnaya and Nagaveni is breached, and the two of them are both horrified and satiated by the night of passion. ഇനിയാണ് നമ്മൾ അടുത്തൊരു കൈൻഡ് ഓഫ് ഒരു ആക്ഷൻ നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു ക്യാബിൻ ഫീവർ എന്ന് പറയുന്നത് അതായത് ഒരു മൺസൂൺ സമയത്ത് അങ്ങനെ ഉള്ളപ്പോൾ നമുക്കൊരു ഔട്ട്സൈഡ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കൃഷ്ണയുടെയും നാഗവേണിയുടെയും ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു പാഷൻ, അൺസെഡ് പാഷൻ അവരുടെ ഇടയിൽ it break through, and the two of them are both horrified and they are satiated by the night of passion. And നമുക്ക് അപ്പം മനസ്സിലായി that something is going to happen in between them. Okay, satiated എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു സെയ്റ്റ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള നമ്മളൊരു അനദർ ടേം ഫോർ സെയ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ സാറ്റിയേറ്റഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇറ്റ് മേ ബി എ കൈൻഡ് ഓഫ് ഡിസയർ, നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹം എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും. അപ്പം അങ്ങനെ ആ ഒരു നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് സംതിങ് ഡിഫറെൻറ്റ് ഫോർ ദം. അപ്പം നമ്മുടെ ജ്ഞാനപ്പായ പാവ ഇതൊന്നും അറിയുന്നില്ല. ജ്ഞാനപ്പായോട് കൃഷ്ണയ്യ പറഞ്ഞ എന്താണ്, ലൈക്ക് അവർ തമ്മിലൊരു സിബ്ലിങ്സ് പോലെയാണ് പറഞ്ഞിട്ട് ദിസ് ഹാഡ് ഹാപ്പൻഡ്. ഓക്കെ, ആൻഡ് കൃഷ്ണയ്യക്ക് വളരെ കുറ്റബോധം തോന്നി. കാരണം ജ്ഞാനപ്പായോട് അങ്ങനെ എല്ലാം പുള്ളി അക്സെപ്റ്റ് ചെയ്തിട്ടും അങ്ങനെ ഒന്നും ഇല്ല, അല്ലെങ്കിൽ ലൈക്ക് അതൊക്കെ പറഞ്ഞതിന് ശേഷം ദിസ് ഹാഡ് ഹാപ്പൻ. അങ്ങനെ നമ്മുടെ കൃഷ്ണയ്യ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് മോർണിംഗ് അവിടെ നിന്ന് ലീവ് ചെയ്യുകയാണ്. ബട്ട് he is aware that this incident come to light, he will be held solely responsible. അപ്പം കൃഷ്ണയ്ക്ക് അറിയാം ഇനി ഈ കാര്യം എന്തെങ്കിലും ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ ഞാനായിരിക്കും അതിൻ്റെ ഏറ്റവും സോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്കായിരിക്കും. ഈവൻ ദോ നാഗവേണിയാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തെങ്കിൽ പോലും റെസ്പോൺസ് മീൻസ് അതിൻ്റെ എല്ലാ കൈൻഡ് ഓഫ് കോൺസിക്വൻസസ് അനുഭവിക്കേണ്ട കൃഷ്ണയ്യ ആണെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് അയാൾ അവിടുന്ന് ലീവ് ചെയ്യുകയാണ്. ഓക്കെ, ആസ് കൃഷ്ണയ്യ അറ്റംപ്റ്റ്സ് ടു സ്വിം അക്രോസ് ദ സ്വർലൻ ശരാവതി, നാഗവേണി എൻറ്റേഴ്സ് ദ റിവർ ടു സ്റ്റോപ്പ് ഹിം. അങ്ങനെ കൃഷ്ണയ്യ എന്ത് ചെയ്യാണ്, ആ ഒരു ശരാവതി റിവറിൽ കൂടെ നീന്തി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷേ നാഗവേണി അവിടെ വന്നിട്ട് ഈ കൃഷ്ണയ്യെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഈ വെള്ളത്തിലേക്ക് ഡിസപ്പിയർ ആയി പോകുന്നു. ഇതെല്ലാം നമ്മുടെ ജ്ഞാനപ്പായ കണ്ടിട്ട് ഹി ഈസ് സ്ക്രീമിങ്, അദ്ദേഹം ഒച്ചത്തിൽ അലറുകയാണ്. അദ്ദേഹത്തിന് ഒരു ഷോക്കാണ് ഉണ്ടായത്. ഈ ഒരു തൻ്റെ വൈഫും ഇദ്ദേഹത്തിനോട് ഈ ഒരു വെള്ളത്തിൽ ഡിസപ്പിയർ ആയി പോകുന്നത് കണ്ടിട്ട്. ആൻഡ് ജ്ഞാനപ്പായ റിട്ടേൺസ് ടു ഹിസ് ഹൗസ് only to be greeted by the tiger that has been lurking through the narrative sitting at his doorway. അപ്പം ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ജ്ഞാനപ്പായ ഇതെല്ലാം കണ്ട് ഈ ഒരു ഷോക്കിന് ശേഷമെല്ലാം തിരിച്ച് ഈസ് കമ്മിങ് ബാക്ക് ടു ഹിസ് ഹോം. അപ്പം അദ്ദേഹം കാണുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരുപാട് മീൻസ് അദ്ദേഹം ഇസ് ഗ്രീറ്റഡ് ബൈ എ ടൈഗർ. ഒരു പുലിയാണ് അദ്ദേഹത്തിനെ ഗ്രീറ്റ് ചെയ്യുന്നത്. ലൈക്ക് അവിടെ ആ ഒരു നറേറ്റീവിൻ്റെ സമയത്ത് മുഴുവൻ ആ ഡോർവേയിൽ ആ ഒരു ടൈഗർ ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു നോവൽ എൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈഗർ ഇദ്ദേഹത്തിനെ പൗൺസിങ് വെച്ചിട്ടാണ് ആ ഒരു നോവല് എന്ത് ചെയ്യുന്നത്. ദാറ്റ് നോവൽ ഈസ് എൻഡിങ്. ദാറ്റ് ഈസ് എന്താണ് ദിസ് ഹോൾ നോവൽ, ഹൗ ദിസ് ഹോൾ വാട്ട് ഈസ് ജേർണി ഓഫ് ദിസ് ഹോൾ നോവൽ. അതാണ് ഈ ഒരു
ഒരു കൈൻഡ് ഓഫ് ക്ലൈമാക്സ് അല്ലെങ്കിൽ ഒരു എൻഡിങ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സോ നൗ വി ക്യാൻ ഡിസ്കസ് ദ തീംസ് ഓഫ് ദിസ് നോവൽ. വെരി സിമ്പിൾ തിങ്സ് ആണ്. അതായത് ഈ ഒരു നോവൽ എഴുതുന്ന സമയത്ത് നമുക്കറിയാം ഒരു ഡിസില്യൂഷൻമെന്റ് അല്ലെങ്കിൽ ഡിസെൻചാൻമെന്റ് ഒക്കെ ഈ ഒരു മോഡേണൈസേഷൻ്റെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ റിസൾട്ട് നമുക്കിതിൽ കാണാൻ പറ്റും. ലൈക്ക് വൈൽ ഇൻ ദ ഇനിഷ്യൽ ഇയേഴ്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദിസ് ഐഡിയലിസ്റ്റിക് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് പ്രൊപ്പൽ ദ നേഷൻ ഇൻ ഓൾ സ്പിയേഴ്സ്. അതായത് നമുക്കറിയാം ഒരു ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഒരു ഇനിഷ്യൽ ഇയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ദർ വാസ് എൻ ഐഡിയലിസ്റ്റിക് മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. നമ്മുടെ രാജ്യം എങ്ങനെയൊക്കെ ഡെവലപ്ഡ് ആകുമെന്നുള്ള കൈൻഡ് ഓഫ് ഐഡിയലിസ്റ്റിക് ഒരു കൈൻഡ് ഓഫ് മോഡൽ നമുക്ക് ഉണ്ടായിരുന്നു. The public began to feel left out of decision making, going against the very idea of socialism which ensures development for all. അപ്പോൾ പലപ്പോഴും ആളുകൾക്കൊക്കെ അതിനെതിരായ പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും മീൻസ് ഇറ്റ്സ് സംതിങ് ലൈക്ക് വി കോൺ ഡിനൈ എവറിത്തിങ്, ലൈക്ക് വി കോൺ ലൈക്ക് വാട്ട് യു സേ, നമുക്കെല്ലാം നമുക്ക് മാറ്റി നിർത്താനും നടക്കാതിരിക്കാനും നമുക്ക് നടത്തിക്കാതിരിക്കാനും ഒന്നും നമുക്ക് സാധിക്കില്ല. ആൻഡ് സാഡ്ലി ദിസ് വാസ് ദ ബിഗിനിങ് ഓഫ് ദിസ് മേജർ പ്രോബ്ലം which persists still today with the development in India. Like local communities are often not consulted when great അതായത് എന്താണ് ഗവൺമെൻറ് പ്ലാനൊക്കെ ചെയ്യുന്ന സമയത്ത് ലോക്കൽ കമ്മ്യൂണിറ്റീസ് അതിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവരോടൊന്ന് കൺസൾട്ട് പോലും ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഗവൺമെൻറ്റിന് ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്കിതിൽ മനസ്സിലാവും. ആൻഡ് ഹൗ പീപ്പിൾ ആർ ട്രീറ്റഡ്, എങ്ങനെയാണ് ആളുകളെ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ലൈക്ക് ദോസ് ഹു ആർ വെൽത്തി ദേ വിൽ ഗെറ്റ് സംതിങ്, ദോസ് ഹു ആർ ലൈക്ക് അൺവെൽത്തി അവരവിടെ സ്റ്റിൽ അവരെല്ലാം സഹിച്ച് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് എന്താണ് ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഗ്രീഫ്, ഒരാളുകളുടെ ഗ്രീഫ് അവരുടെ സ്ഥലങ്ങളിൽ നഷ്ടമാകുമ്പോൾ ദാറ്റ് അറ്റാച്ച്മെന്റ് ടു ദെയർ ഹോം, അവരുടെ സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് അല്ലെങ്കിൽ അവരുടെ സെൻസ് ഓഫ് അറ്റാച്ച്മെന്റ് എല്ലാമാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് നമുക്കൊരു വളരെ അപ്സെറ്റ് ആക്കുന്ന ഒരു കാര്യമാണ്. And the title of the novel Dweepa, which means island, lends itself to another important theme. Island എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഐസൊലേഷൻ. ഒരു ഐലൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന തീം ഓഫ് ഐസൊലേഷൻ അത് നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ തന്നെ കാണാം. പിന്നെ അതിനുശേഷം നാഗവേണിയുടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പം ഹസ്ബൻഡ് ഐസൊലേറ്റഡ് ആവും നമുക്ക് കാണാം. ലൈക്ക് ക്യാരക്ടേഴ്സ് ആർ ഗെറ്റ്സ് മോർ ആൻഡ് മോർ ഐസൊലേറ്റഡ്. അതാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഈ ഒരു നോവലിൽ ത്രൂ ഔട്ട് ദ കോഴ്സ് ഓഫ് ദി ജേർണി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ആസ് വി റീഡ് ദ നോവൽ നമുക്ക് മൾട്ടിപ്പിൾ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിനെ കാണാൻ പറ്റും. ലൈക്ക് എന്താണ് ബോണ്ടഡ് ലേബേഴ്സ് ഉണ്ട്, ലാൻഡ് ലോഡ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു മാർജിനലൈസേഷൻ ആണ്. ഈ ബോണ്ടഡ് ലേബേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ദേ ആർ പ്രോപ്പർ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാം. And the most marginalized character in the real life is nature. Okay, കാരണം human continues to wreak havoc on nature thanks to our mindless consumption and exploitation of natural resources. നമ്മൾ പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യണം, ഈ നാച്ചുറൽ റിസോഴ്സസിനൊക്കെ എന്ത് ചെയ്യാണ്, എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. അതാണ് നമ്മൾ ആ നേച്ചറിനെ നമ്മൾ ഒരുപാട് നമ്മളെ സഹിപ്പിക്കുന്നത്. മീൻസ് അവർക്ക് നമ്മൾ എങ്ങനെയൊക്കെ രീതിയിലാണ് നേച്ചറിനെ മിസ്യൂസ് ചെയ്യുന്നത്, ഹൗ വി ആർ ഡിസ്ട്രോയിങ് ദ നേച്ചർ, ഹൗ വി ആർ മിസ്യൂസിങ് ദ നേച്ചർ, അതെല്ലാം നമുക്ക് ഈ ഒരു ഹോൾ ഒരു നോവലിലേക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും ഹ്യൂമൻ ബിഹേവിയർ കൊണ്ടുണ്ടാകുന്ന ക്ലൈമറ്റിക് ചേഞ്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രീസ് എല്ലാം കട്ട് ഡൗൺ ചെയ്യുന്നതായിക്കോട്ടെ, റെയിൽവേ ട്രാക്കുകൾ, ഹൈവേസ് അതൊക്കെ വരാൻ വേണ്ടി പലപ്പോഴും ഇങ്ങനെ ഫോർ ദ പേർപ്പസ് ഓഫ് ഡെവലപ്മെൻറ്റ് പലപ്പോഴും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നാച്ചുറൽ റിസോഴ്സസിനെ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്, എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു മാർജിനലൈസ് ക്യാരക്ടറായിട്ട് നമുക്ക് നേച്ചറിനെ പറയാം. ഹൗ മാർജിനലൈസ് നേച്ചർ ഈസ്. ശരിക്കും നേച്ചറിൽ ഒരുപാട് ഇതിനകത്ത് അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇൻ ദ നോവൽ ഡിസിഷൻ ഓഫ് ബിൽഡിങ് എ ഡാം, ഒരു ഡാമിൻ്റെ ബിൽഡിങ്ങിന് തന്നെ എന്തോരം കോൺസിക്വൻസസ് ഉണ്ടാവുന്നുണ്ട്, അതും നമുക്ക് ഈ ഒരു നോവലിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഒരാളുകൾക്ക് ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നില്ല, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക്, ബോണ്ടഡ് ലേബറേഴ്സിന് അവർക്കൊന്നും ഒരു കൈൻഡ് ഓഫ് കൺസിഡറേഷനും കൊടുക്കുന്നില്ല ഇവിടെ. ആൻഡ് ബിക്കോസ് നേച്ചർ ഹാസ് ബീൻ മാർജിനലൈസ്ഡ് ഇൻ റിയൽ ലൈഫ്, ഡിസ്ട്രൂസർ ചൂസസ് ടു മേക്ക് ഹർ എ പ്രോമിനൻറ്റ് ക്യാരക്ടർ നോവലില്ല. അപ്പോൾ നമുക്കറിയാം ഒരു മാർജിനലൈസ്ഡ് നേച്ചറാണ് ഈ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ഒരു നേച്ചറിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസ്ട്രൂസ എന്ന് പറഞ്ഞ റൈറ്റർ എന്ത് ചെയ്യണം, ഇതിനൊരു പ്രൊമിനൻറ്റ് ക്യാരക്ടർ ആക്കി തന്നെ നമ്മുടെ ഈ നോവലിനകത്ത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ നേച്ചർ ഓപ്പറേറ്റ്സ് ആസ് എ ക്യാരക്ടർ ഇൻ ദ നോവൽ പ്രൈമർലി ഏതിലൊക്കെ കൂടിയാണ്, ത്രൂ ദ റിവർ ശരാവതി, ത്രൂ റെയിൻ, അല്ലെങ്കിൽ പിന്നെ സീതാപർവ്വത മൗണ്ടൻ, അതെന്നൊക്കെ പറയുന്നത് എന്താണ്, അതെല്ലാം നേച്ചറിൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നമുക്കിതെല്ലാം കാണാൻ സാധിക്കും ബേസ്. അപ്പം ഈ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്സ്റ്റേണൽ പ്രസൻസും ഉണ്ട്, ഒരു ഇൻറ്റേർണൽ ഫോഴ്സും നമുക്ക് ഈ ഒരു നോവലിലേക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ
Despite its complexity of the treatment of themes, Dweepa is a novel that remains a cautionary tale against humankind's mindless exploitation of nature. അതായത് മനുഷ്യർ എത്രത്തോളം എക്സ്റ്റെൻഡിൽ പോയിട്ടാണ് ഈ ഒരു നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, ആൻഡ് ഹൗ വാട്ട് ഈസ് ദ ഐസൊലേഷൻ ദാറ്റ് പീപ്പിൾ ഹാവ് ടു ഫേസ്. പിന്നെ എന്താണ് അൺചെക്ഡ് ഡെവലപ്മെന്റ്? എന്താണ് അൺചെക്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പൂർണ്ണ ഒരു റിസർച്ച് ഒന്നും നടത്താതെ ഒരു കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ്, അതിൻ്റെ റിസൾട്ട് എന്താണ്? ആൻഡ് ദി ട്രാൻസ്ഗ്രഷൻ ഓഫ് സോഷ്യൽ നോംസ് ഓഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സോഷ്യൽ ഇന്റർകോഴ്സ്, ഇതൊക്കെയാണ് ബേസിക് തീം എന്നാണ് പറയുന്നത്. സോ ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ. ദിസ് ഇസ് ഓൾ അബൌട്ട് എ വെരി സിമ്പിൾ നോവൽ. വളരെ കുറച്ച് ക്യാരക്ടേഴ്സാണ്, ആൻഡ് ഇറ്റ്സ് ഓൾ ഡീൽ വിത്ത് ദ ഐഡിയ ഓഫ് നേച്ചർ ഓർ ദ ഐഡിയ ഓഫ് ഐസൊലേഷൻ through the characters Nagaveni, Jnanapaya, Krishnaya, Dugaja and all. So if you need any notes regarding this novel, please don't forget to send an email which is given in the description box. And see you with another episode. Until take care all.